കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെയും യേശുവിൻ്റെ വചനം നിങ്ങളെ അറിയിപ്പാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മളെ ബലപ്പെടുത്തി. കർത്താവിൻ്റെ ആ സ്നേഹം ഒരമ്മ നമ്മളെ ആശ്വസിപ്പിക്കുന്ന പോലെ, ഒരപ്പൻ നമ്മളെ കരുതുന്നത് പോലെ ഓരോ ദിവസവും കരുതുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വിധങ്ങൾക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായ ജീവൻ നൽകി മാനിക്കട്ടെ. ഇന്ന് പകലും പുതിയ ദൈവശക്തിയും ദൈവകൃപയും നിങ്ങൾക്ക് നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം വായിച്ച വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞു. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകാൻ ആഗ്രഹിക്കുന്നത് ആ വാക്യത്തിന്റെ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിരിക്കുന്ന വാക്കാണ്. ആ വാക്കിങ്ങനെയാണ്, യോഹന്നാൻ 14:27, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പോകുന്നു എന്ന് പറഞ്ഞ, തന്നേച്ച് പോകുന്നു എന്ന് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, സമാധാനം. പത്രോസിനെ നോക്കിയിട്ട് നിനക്ക് ഞാനൊരു പടക് തരാം, അല്ലെങ്കിൽ അന്ത്രയോസിനെ നോക്കിയിട്ട് നിനക്ക് ഞാനൊരു വല തരാമെന്ന് പറഞ്ഞിട്ടല്ല കർത്താവ് പോയത്. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ആ കാലത്ത് യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ പറയുന്ന അതിശ്രേഷ്ഠമായ ഒരു പദമാണ് ശാലോം, സമാധാനം. യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ കൈ കൊടുത്തിട്ട് ശാലോം എന്ന് പറയും. ഒരാള് ഒരു യഹൂദന്റെ വീട്ടിൽ ചെന്നാൽ ആ യഹൂദന്റെ വീടിന്റെ മുമ്പിൽ ആ ഫ്രണ്ടിൽ ഒരു കൽപാത്രം കാണും. ആ കൽപാത്രത്തിൽ വെള്ളം കാണും. ആ വെള്ളം കൊണ്ട് കാലും കൈയും വായും ചെവിയും കഴുകിയിട്ടാണ് യഹൂദന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അതൊരു ആതിഥ്യ മര്യാദയാണ്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടുപോയ കാലിലെ ചെരുപ്പ് വെളിയിൽ ഊരിയിട്ടിട്ട് ആ വീടിനകത്ത് കയറി ചെല്ലുന്ന ഒരു ആതിഥ്യ മര്യാദയുണ്ട്. ഇതേപോലെ യഹൂദനും ഒരു മര്യാദയുണ്ട്. കാലുകളെല്ലാം കഴുകി ആ വീടിനകത്തേക്ക് പ്രവേശിക്കുക. അപ്പോൾ ആ ഗൃഹനാഥൻ, ആ വീട്ടിലെ ഗൃഹനാഥന് ഇറങ്ങി വന്ന് എന്തിനറിയാമോ, ഈ ഗസ്റ്റായിട്ട് വന്ന ആളിനെ കൈ കൊടുത്തിട്ട് ചുംബനം കൊടുത്ത് പറയുന്ന ഒരു പദമാണ് ശാലോം, സമാധാനം. സമാധാനം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അല്പസമാധാനത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. ഇന്ന് മനുഷ്യൻ പണം മുടക്കുന്നത് ഏറ്റവും കൂടുതൽ ആഹാരത്തിന് വേണ്ടിയല്ല, സമാധാനത്തിന് വേണ്ടിയാണ്. ഉയർന്ന ശമ്പളമുള്ളവനും കോടികൾ ബാങ്ക് ബാലൻസ് ഉള്ളവനും സമാധാനമില്ല. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ മലകൾ കയറുന്നു, പുണ്യസ്ഥലങ്ങളിൽ പോകുന്നു, വഴിപാടുകളും നേർച്ചകളും നടത്തുന്നു, ആചാര ക്രിയകൾ നടത്തുന്നു സമാധാനത്തിന് വേണ്ടി. എന്നാൽ ഇതൊന്നും ചെയ്തിട്ടും ആർക്കും ഒരു സമാധാനം കൊണ്ട് തൃപ്തിയാകുന്നില്ല. എന്നും കുന്നേ അവരുടെ ജീവിതത്തിൽ പ്രശ്നമാണ്. ജോലിയിൽ പ്രശ്നം, കുടുംബജീവിതത്തിൽ പ്രശ്നം, മക്കളിൽ പ്രശ്നം, താമസിക്കുന്ന ദേശത്ത് പ്രശ്നം, പ്രാർത്ഥിക്കാൻ പോകുന്ന പള്ളി പ്രശ്നം, എല്ലാം പ്രശ്നങ്ങൾ. എവിടെ തിരിഞ്ഞു നോക്കിയാലും അനവധി പ്രശ്നങ്ങളാണ്. എന്നാൽ യേശു കർത്താവ് ഇന്ന് പകൽ അങ്ങനെ തകർന്നിരിക്കുന്ന ചിലതിനെ നോക്കി പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, തന്നേച്ചു പോകുന്നു എന്നാണ്. ഇത് പ്രസംഗിക്കുന്ന ഞാൻ പറഞ്ഞ വാക്കല്ല, എനിക്കത് പറയാൻ പറ്റത്തില്ല. യേശു നിങ്ങളോട് പറയുകയാണ്, ഞാൻ സമാധാനം, അല്ലെങ്കിൽ യേശു സമാധാനം നിങ്ങൾക്ക് തരുമെന്ന്. ഇന്ന് രാവിലെ ആരാണ് സമാധാനം തരുന്നത്? യേശുവാണ് സമാധാനം തരുന്നത്. ഈ വാക്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഒളിഞ്ഞു കിടക്കുന്ന മുത്തുകൾ എന്ന് പറയുന്നത്. മുത്തുകൾക്ക് തുല്യമായ വാക്ക്. ഒന്ന്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. രണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ആ രണ്ടാമത്തെ പോയിന്റാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. എന്നാൽ ഇന്ന് കർത്താവ് ആ വാക്യത്തിൽ കൂടെ എന്നോട് പറയുന്നത്,
നഷ്ടപ്പെട്ടു പോയ സമാധാനം നിങ്ങളുടെ വീട്ടിൽ വരും. നഷ്ടപ്പെട്ടു പോയ സമാധാനം നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വരും. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, പാസ്റ്ററെ, ഒരു സമാധാനവുമില്ല, എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഒരു സമാധാനവുമില്ല, എൻ്റെ മൂത്ത കുഞ്ഞിനെയും കൊണ്ട് ഒരു സമാധാനവുമില്ല, എൻ്റെ പെങ്കൊച്ചിനെയും കൊണ്ട് എനിക്കൊരു സമാധാനവുമില്ല. കഴിഞ്ഞ ദിവസം ഒരമ്മ വേദനയോട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ കോയമ്പത്തൂർ നിന്നാണ് വിളിക്കുന്നത്, ഒരു മലയാളിയാണ്. ആൻറ്റി എന്നോട് പറഞ്ഞ പ്രാർത്ഥനാ വിഷയം ഇങ്ങനെയാണ്: 2 മക്കളെ ദൈവം തന്നു, ഒന്നാണ് ഒന്ന് പെണ്ണ്. ആൺചെറുക്കനെയും കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, അവൻ ജോലി ചെയ്യുന്നവനാണ്, അവൻ ജോലി ചെയ്യുന്നു, അവനവൻ്റെ കാര്യം നോക്കുന്നു, മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. പക്ഷെ പെങ്കൊച്ചിനെയും കൊണ്ട് യാതൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്നും പ്രശ്നങ്ങളാണ്. എവിടെ തിരിഞ്ഞാലും ഒരു കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് അവൾ കയറി വരുന്നത്. പ്രാർത്ഥിക്കണം. അങ്ങനെ 100 കണക്കിന് ആളുകൾ, പല ആളുകളും ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഓർത്ത് സമാധാനമില്ല പാസ്റ്ററെ, ഭർത്താവിനെ ഓർത്ത് സമാധാനമില്ല, വീട്ടിൽ ഒരു സ്വസ്ഥതയില്ല. വലിയ വീടൊക്കെയാണ്, വലിയ ചുറ്റുമതിലും 1/2 ഏക്കർ സ്ഥലവും അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലവും ഒക്കെ ഉണ്ട്, പക്ഷേ ജോലിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. 2 മക്കളും ഭാര്യയും ഭർത്താവും പകല് മൊത്തം പണിയെടുക്കും, രാത്രി വീട്ടിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ബഹളവും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒത്തിരി പേര് വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ വീടിനകത്തൊരു സമാധാനമില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഓടി നടന്ന് അലഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എനിക്ക് സമാധാനം തരണമേ, കർത്താവ് പറഞ്ഞല്ലോ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്, അതുകൊണ്ട് ആ സമാധാനം എനിക്കൊന്ന് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ആ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കും, ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കും. യേശു ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വാക്കില്ല, 2 തരമില്ല, ഒറ്റ വാക്കേ ഉള്ളൂ. അത് ഊവെങ്കിൽ ഊവ്, ഇല്ല എങ്കിൽ ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരായ പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, ആരാണ് നിങ്ങൾക്ക് സമാധാനം യഥാർത്ഥമായി തരുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിലാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. ആ തിരിച്ചറിവിൽ നിങ്ങൾ ചിന്തിക്കണം, അറിയണം, ഏറ്റെടുക്കണം. യേശുവിൽ കൂടെ അല്ലാതെ ഒരു സമാധാനം ഇല്ല. യേശുവിൽ കൂടെയുള്ള സമാധാനം വേണമെങ്കിൽ 2 കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. സമാധാനം ഉണ്ടാകാൻ 2 കാര്യങ്ങൾ. ഒന്ന് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങളാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഭാരങ്ങൾ ദൈവത്തിൽ ഭരമേൽപ്പിക്കണം. നിങ്ങളുടെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ഭാരങ്ങൾ, നിങ്ങൾ അലട്ടുന്ന ഭാരങ്ങളുണ്ടല്ലോ, വേദനകൾ, ആ വാക്യം നിങ്ങളെടുത്ത് വായിച്ചു നോക്കൂ. ആ വാക്യത്തിൽ കൂടെ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളെ അലട്ടുന്ന ഭാരങ്ങൾ, ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന, കിടക്കയിൽ പോലും കിടന്ന് ഏങ്ങലടിച്ച് കരയുന്ന, വാഹനം ഓടിക്കുമ്പോൾ കരയുന്ന, ജോലി ചെയ്യുമ്പോൾ കരയുന്ന, നടക്കുമ്പോൾ കരയുന്ന, കിച്ചണിൽ പണിയെടുക്കുമ്പോൾ കരയുന്ന ചില ഭാരങ്ങളില്ലേ, ആരോടും പറയാൻ കഴിയാതെ, സഹോദരങ്ങളോടോ കൂടപ്പിറപ്പുകളോടോ മാതാപിതാക്കളോടോ പോലും പറയാൻ കഴിയാതെ, ഉറ്റ സ്നേഹിതരോട് പോലും പറയാൻ കഴിയാതെ ഹൃദയത്തിൽ ഭാരം കൊണ്ടിടുന്ന വലിയ പാണ്ടക്കെട്ട് പോലെയുള്ള വിഷയങ്ങൾ നിന്റെ അകത്ത് കൊണ്ടുവരുന്ന, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഭാരമുണ്ടല്ലോ, അത് ദൈവത്തിന്റെ കയ്യിൽ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ദൈവം അതിനെ അങ്ങോട്ട് ഏറ്റെടുക്കും. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത്, ലോകത്ത് നിങ്ങൾ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ വേദപുസ്തകം എടുത്ത് വായിച്ചു നോക്ക്. ഫിലിപ്പിയർ 4-ന്റെ 6ഉം 7ഉം വാക്യം വായിക്കുക. 2 സങ്കീർത്തനം 119-ന്റെ 165-ാമത്തെ വാക്യമാണ്. അവിടെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ, ഒന്ന്, നിങ്ങളുടെ ഭാരം ദൈവത്തിൽ കൊടുക്കുക, മറിച്ച് നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. വചനം നിങ്ങൾ തുറക്കുക, വചനം നിങ്ങൾ വായിക്കുക. ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കുക. കാരണം ഈ വചനം ക്രിസ്തുവിന്റെ ആത്മാവാണ്, യേശുവിന്റെ ആത്മാവാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾ തുറക്കൂ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. 1 യോഹന്നാന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് ഈ വചനം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന്. അങ്ങനെങ്കിൽ സമാധാനമില്ലാതെ
വേദനപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇത്ര വർഷമായിട്ടും ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയാതെ എവിടെയോ നിങ്ങൾ ഞെരുങ്ങി, തകർന്ന്, നുറുങ്ങി, നിങ്ങൾ ഒരു മരണത്തിന്റെ താഴ്വരെ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷ വെച്ചവരെല്ലാം നിങ്ങളെ ഇട്ടിട്ട് പോയി കാണും. നിങ്ങൾ ആശ്രയിച്ചവരെല്ലാം നിങ്ങളെ തഴഞ്ഞു കാണും. നിങ്ങൾ ആഗ്രഹിച്ചു, ഇന്ന അടുക്കൽ പോയാൽ, ഇന്ന വ്യക്തി അടുക്കൽ പോയാൽ, ഇന്ന സ്ഥലത്ത് ചെന്നാൽ എനിക്കൊരു മാറ്റം ഉണ്ടാകും, അല്പം ആശ്വാസം, സമാധാനം കിട്ടുമെന്ന് നിങ്ങൾ ഓടി അവിടെ എത്തി. പക്ഷെ നിങ്ങൾ അവിടെയും പരാജയപ്പെട്ടു. അങ്ങനെ നിങ്ങൾ പരാജയപ്പെട്ടു വഴിത്തലയ്ക്കൽ പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ ഇന്ന് രാവിലെ അനുഭവത്തോടെ ഞാൻ പറയാം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ നിങ്ങളുടെ ഭാരം ഒന്ന് ദൈവത്തിൽ കൊടുക്കുക, മറ്റൊന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ അടിയുറയ്ക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ ദിവ്യ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുമാറാകും. പൗലോസ് പറഞ്ഞത് അങ്ങനെയാണ്, വാഴുമാറാകും. നിങ്ങളിൽ അത് വാഴും. നിങ്ങൾ അത് സമാധാനത്തിൽ നടക്കും, സമാധാനത്തിൽ നിങ്ങൾ ജീവിക്കും, സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ മഴ പോലെ പെയ്തിറങ്ങും. അത് വിശ്വസിക്ക്. ഈ വചനത്തിന് ശക്തിയുണ്ട് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവാം ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. സമാധാനം നഷ്ടപ്പെട്ട് എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയാൻ കഴിയാതെ പാതി വഴിയിൽ പകച്ചു നിൽക്കുന്ന ഈ വ്യക്തികളെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ തരികയാണ്. യേശുവേ, ഇവരുടെ ഭാരം അങ്ങയുടെ കൈ തരുന്നു. ഇവർ വചനത്തിൽ വേരുറയ്ക്കട്ടെ. ഇവർക്ക് ദിവ്യമായ ഒരു സമാധാനം കർത്താവ് കൊടുത്ത് ഈ ദിവസങ്ങളിൽ അവരുടെ ദുഃഖകാലം മാറട്ടെ, വേദന മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ദൈവിക പദ്ധതി കൊണ്ട് കർത്താവ് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.